ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഗുഹ കാണാനായിട്ട് പോവുകയാണ്. ചേപ്പറമ്പ് എന്ന സ്ഥലത്തിനടുത്താണ് ഈ ഗുഹയുള്ളത്. ഇപ്പോൾ നമ്മൾ ചേപ്പറമ്പെത്തി. ഞാൻ ചെമ്പേരി വഴിയാണ് ചേപ്പറമ്പിലേക്ക് വന്നത്. ചേപ്പറമ്പിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററോളം ദൂരമാണ് ഈ ഗുഹയുടെ അടുത്തേക്കുള്ളത്. ചേപ്പറമ്പിൽ നിന്ന് പന്നിയാൽ, കൂട്ടുമുഖം എന്നീ സ്ഥലത്തേക്ക് പോകുന്ന റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതാ ഇവിടെ നിന്ന് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മുടെ ഗുഹയുടെ അടുത്തേക്ക് പോകേണ്ടത്. ഏകദേശം 10 മീറ്ററോളം ദൂരം മാത്രമേ ഈ റോഡിൽ നിന്ന് ഗുഹയുടെ അടുത്തേക്കുള്ളൂ. ഫ്രണ്ട്സ്, അധികം ആരും എത്തിച്ചേരാത്തൊരു സ്ഥലമാണിത്. എനിക്ക് ഈ വഴി കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതാ നമ്മൾ ഗുഹയുടെ അടുത്തെത്തി. ഇത് ഗുഹയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. നമുക്കിനി ഗുഹയുടെ അടുത്തേക്ക് പോകാം. നമുക്ക് ഇനി ഗുഹയുടെ അകത്തേക്ക് കയറാം. മടക്കുളം എന്നാണ് ഈ ഗുഹയുടെ പേര്. ഗുഹയുടെ അകത്തേക്ക് നല്ല ഇരുട്ടാണ്. നമ്മൾ ടോർച്ചൊക്കെ എടുത്തുകൊണ്ടാണ് വന്നേക്കുന്നത്. ഗുഹയ്ക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മൾ കുനിഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഹാള് പോലെയാണ് ഇവിടെ. ഇവിടെ മണ്ണിടിഞ്ഞിട്ടുണ്ട്. അതാ വാവിൽ തുറന്നു. ഫ്രണ്ട്സ്, ഈ കാണുന്ന ഹോളിലൂടെ വേണം നമ്മൾ ഗുഹയുടെ അപ്പുറത്തെ സൈഡിലേക്ക് കടക്കാൻ. ലൈറ്റ് ഓഫ് ആക്കിയാൽ ഇതാണ് അവസ്ഥ. ഹൊറർ അവസ്ഥയാണ്. ഹൊറർ കണ്ട ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. ഉള്ളിലേക്ക് പോകണം. ഉള്ളിലേക്ക് ഇത് അടർന്നു വീണാണ്. എവിടുന്ന് അവരൊക്കെ ഉണ്ടാവോ? നല്ല തണുപ്പുള്ളതുകൊണ്ട് പാമ്പല്ലേ? പാമ്പിനുള്ള ചാൻസ്. ഈ ഇതിന് ഭയങ്കര സ്പോട്ടായിട്ട് റൈറ്റ് ഞാൻ ഇറങ്ങി എന്തോ പോവാം, പ്രശ്നമൊന്നുമില്ല. അതെ, എനിക്കിഷ്ടമല്ല. അങ്ങോട്ട് പോടാ.
എന്റെ പൊന്നെ എനിക്ക് വയ്യ. ആ ഒരു മിനിറ്റ്, അങ്ങോട്ട് ലൈറ്റ് അടിച്ചു തരുമോ? അങ്ങോട്ട് ലൈറ്റ് അടിച്ചു തരുമോ? അതെ. ആ സൈഡിൽ വെട്ടം കാണുന്നതാണ്. ആ മറ്റേ അപ്പുറത്തെ എൻ്റെ അല്ലേ അത്? അയ്യോ, ആ ലൈറ്റ് എല്ലാം ഒന്ന് ഓഫാക്കാം. നമുക്ക് അപ്പുറത്തെ എൻഡ് കാണാം. കണ്ട ആ സൈഡിൽ മാത്രം വെട്ടം കാണുന്നത്. ആ കൃത്യം ഒരു പോയിന്റ് പോലെ കിട്ടുന്നുണ്ട്. നമുക്ക് സൂം ചെയ്യാൻ പറ്റും. നോക്കാം, കുറച്ച് അധികം സൂം ചെയ്യണ്ട. ഇതൊരു തവളയാണ്. ഈ തവളയുടെ പേര് അങ്ങോട്ട് ആക്കി തരാം. എടുത്തോ. വെള്ളം വെള്ളം. ഇങ്ങോട്ട് വരുന്ന വാവല് പിന്നെയും ഇറങ്ങി പോലാണോ? കുറെ കള്ളൊക്കെ ഇടിഞ്ഞുകൊണ്ടുണ്ട്. സൈഡാണ്. ഇതിലൂടെ വഴി ഉണ്ടാവില്ലേ? പാമ്പൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ചവിട്ടാണ്. ഇത് അപ്പുറത്തെ എൻഡാണ്. ആ വെള്ളം വീഴുന്നുണ്ട്. കല്ലിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്. കല്ലിൽ വെള്ളം വീഴുന്നുണ്ട് കാണുമ്പോൾ. ആ ഇതാ കല്ലിലെല്ലാം വെള്ളമുണ്ട്. ആ ഇങ്ങനെ കുറേ ഹോളുകളുണ്ട് ഇവിടെ. ഇത് മഴ പെയ്തപ്പോൾ ഒഴുകിയൊന്നായിരിക്കും അല്ലേ വേസ്റ്റ് എല്ലാം? ഇത് അവിടെ നിന്ന് ഒരു ഉറവ് വരുന്നുണ്ട്. ഇവിടെ അങ്ങോട്ട് ഗുഹയാണ്. അതിലൂടെ പോവാൻ പറ്റുമെന്ന് തോന്നിയിട്ടില്ല. നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് വശം. നമ്മൾ ബാക്കിൽ കൂടെ കയറി ഫ്രണ്ട് എത്തി. അവിടെ നിന്നാണ് ഉറവ് വരുന്നത്. അകത്തോട്ടൊന്നും പിടിക്കണം. നമ്മൾ പായലുണ്ട് ഇവിടെ. മുട്ടിന് മേലെ വരെ വെള്ളമായി. നമുക്ക് കയറാൻ അങ്ങോട്ട് അപ്പുറത്തോട്ട് തട്ടടിച്ചേ. ആ ഗുഹയിലോട്ട് വെള്ളം ഇവിടെ വരെയുള്ളത് അങ്ങോട്ട് അവിടെ നിന്നാണ്. കണ്ടോ ഇവിടെ കാണുന്നുണ്ട് ചെറിയ ഗുഹ. അങ്ങോട്ട് അവിടെ നിന്ന് വെള്ളം വീഴുന്നു. ജിൻഡോ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയേ. മോൻ കാണത്തില്ല. അങ്ങോട്ട് കണ്ടു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവിടെ പണ്ട് പണയായിരുന്നു. അതായത് ചെങ്കൽ ഖനനം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ് എന്നാണ് പറഞ്ഞത്.
അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് അടിച്ചേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.